വയനാട് ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാത്ത 6 ശരീരഭാഗങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ പുത്തുമല ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയിൽ തുടരുകയാണ്. വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി സരീഷ് പി കെ ആണ് നമുക്കൊപ്പം ചേരുന്നത്. സരീഷ്, നമുക്കറിയാം പ്രിയപ്പെട്ടവർക്ക് കണ്ണീരോടെയാണ് നാട് വിട നൽകുന്നത്. ഇപ്പോൾ നിലവിൽ അവിടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടോ? എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? ഓം ശാന്തി ഓം ശാന്തി. നിലവിൽ ശരീരഭാഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും സർവ്വമത പ്രാർത്ഥന ആരംഭിക്കുകയും ചെയ്തു. അതിന് തൊട്ട് മുൻപായി പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നടന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥന നടന്നത്. ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥന നടക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, ഏറെ വൈകാരികമായ ഒരു വിടവാങ്ങലിനാണ് നാം ഏവരും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മരിച്ചു കിടക്കുന്നതാരെന്നോ അവർക്ക് വേണ്ടി കരയേണ്ടവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ. ഒരുമിച്ച് ജീവിച്ചവർ ഇന്ന് ജാതി മത ഭേദമില്ലാതെ ഒന്നിച്ചു മടങ്ങുന്ന കാഴ്ച കണ്ണീരോടെ അല്ലാതെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവർക്ക് കണ്ണീരോടെ വിട നൽകുകയാണ് വയനാട്. ഒടുവിൽ ഒരുമിച്ച് മണ്ണോട് മണ്ണ് ചേരുകയാണവർ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മരണപ്പെട്ട തിരിച്ചറിയാത്ത 6 ശരീരഭാഗങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണ് പുത്തുമല ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സർവമത പ്രാർത്ഥനയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഷംസുദ്ദീൻ റഹ്മാനി അവരുടെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരത്തിലേക്ക് കടക്കുന്നു. മേപ്പാടി മഹല്ല് സെക്രട്ടറി അലിമാഷ് ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് യാത്രാവഴി നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദൈവം തമ്പുരാൻ അവരെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് സ്വർഗം നൽകി സന്തോഷ ജീവിതം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവരുടെ കുടുംബത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ.
അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതപരമായ ഈ ഭാഗത്ത് ചടങ്ങുകൾ നിന്ന് ഉള്ളിലുള്ള സർവമത പ്രാർത്ഥന മുഴുവൻ ഒന്ന് മാറി നിൽക്കണം. പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ആദരമർപ്പിക്കുന്ന ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. MLA-മാർ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധികൾ എന്നിവർ അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങാണ് ഇനി നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒപ്പം MLA ടി സിദ്ദിഖ്, മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് അന്തിമോപചാരം അർപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ, LSGDയുടെ ഡയറക്ടർ, അപ്പം മറ്റ് ജനപ്രതിനിധികൾ അവരാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, രാജു ഹെജമാടി ഗ്രാമപഞ്ചായത്ത് ഈ ചെയർമാൻ, സംസ്ഥാന സർക്കാരിൻ്റെ ആദരമർപ്പിക്കുന്നത്. ജഷീർ പള്ളിവയൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിനുശേഷമായിരിക്കും തൊട്ട് അടുത്ത് തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ചെയർപേഴ്സൺ സ്ഥലത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് 6 ശരീരഭാഗങ്ങളാണ് ഇവിടെ സംസ്കരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസം മുൻപ് ലഭിച്ച DNA പരിശോധന ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പിളുകളൊക്കെ ശേഖരിച്ച 6 ശരീരഭാഗങ്ങളാണ് ഇന്ന് ഇവിടെ സംസ്കരിക്കുന്നത്. ഈ ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ശരീരഭാഗങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും നിലവിൽ ഇതുവരെ ഈ ഹാരിസൺ പ്ലാന്റേഷൻ്റെ ഭൂമിയിൽ 37 മൃതശരീരങ്ങളും 176 ശരീരഭാഗങ്ങളുമാണ് ഈ കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ ഇവിടെ സംസ്കരിച്ചത്. അതിനോടൊപ്പമാണ് ഇന്നത്തെ 4ാം ദിവസം ഈ മൃതദേഹങ്ങൾ കൂടി ശരീരഭാഗങ്ങൾ കൂടി സംസ്കരിക്കുന്നത്. സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതുപോലെ ശരീരഭാഗങ്ങൾ അവയോടൊപ്പം ഈ നമ്പറുകൾ കൂടി, DNA നമ്പറുകൾ കൂടി അതിനോടൊപ്പം മുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ കൃത്യമായി മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് സംസ്കാരം പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ ആ നമ്പറുകൾ കൂടി വയ്ക്കും. ഇതോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. അധികമായി ഏറ്റെടുത്ത സ്ഥലത്തിന് സമീപത്തായാണ്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്കാരം നടന്നതിന് തൊട്ട് സമീപത്തായാണ് പ്രാർത്ഥന, സർവമത പ്രാർത്ഥന നടന്ന സ്ഥലത്തിന് തൊട്ട് മുകളിലായാണ് ഇന്ന് 6 ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നത്. 6 പേർക്ക് കൂടി ഈ അവരോട് കണ്ണീരോടെ ഈ ഗ്രാമം വിട ചൊല്ലുകയാണ്. പുത്തുമലയിൽ ആ 6 പേർക്കും